അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ തെറ്റുകൾ കാണും, ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചത് മീഷോയിൽ നിന്നൊരു വാങ്ങിച്ചൊരു വാച്ചാണിത്. കിഡ്സ് വാച്ചാണ്. സംഭവം കൊള്ളാം. എനിക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ കൊള്ളാം. നമ്മുടെ ബോട്ട് വാച്ചിൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അവൻ ബോട്ട് വാച്ച് വേണമെന്നാണ് പറഞ്ഞത്, ബ്ലാക്ക് കളർ. അപ്പോൾ അതിൻ്റെ റിസംബ്ലൻസ് വരുന്ന പോലെ മീഷോയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പാമെന്ന് വിചാരിച്ചു. ബോട്ട് വാച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നശിപ്പിക്കും. ഒരു മാസത്തിൽ കൂടുതൽ പോകത്തില്ല. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിന് 120 ഉള്ളൂ. അഫോർഡബിൾ ആണ്. കുട്ടികൾക്ക് പറ്റിയ സൈസുമാണ്. അപ്പോൾ നമുക്ക് അവർക്ക് അത് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ടൈം നോക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു വാച്ചാണ്. അപ്പോൾ സംഭവം കൊള്ളാം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ടൈമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് എനിക്കും അറിയില്ല. അതിപ്പോൾ പഠിച്ചെടുക്കാം. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് സെറ്റാക്കാം. ടൈമൊക്കെ സെറ്റാക്കി കൊടുക്കാം. എന്താണെങ്കിലും ടൈം കറക്റ്റായിട്ട് വെക്കാമല്ലോ, നോക്കാൻ അറിയില്ലെങ്കിലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വാങ്ങിച്ചൊരു സ്ക്രാപ്പ് ബുക്കാണ്. സ്ക്രാപ്പ് ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മിക്ക സ്കൂളിലും ഉണ്ട്. ഇപ്പോൾ പിള്ളേർ വന്നിട്ട് വീട്ടിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പടമോ എന്തെങ്കിലും വരച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചാർട്ട് മേടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് സത്യം പറഞ്ഞാൽ സ്ക്രാപ്പ് ബുക്ക്. ഞാനിതിലെല്ലാം ഒട്ടിച്ചൊക്കെ കൊടുത്തു വിടാറുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് പിന്നീട് നോക്കുമ്പോഴും ഇവരെന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒന്ന് റിവൈസൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബുക്ക് തീർന്നു. ഇപ്പോൾ കുറേ നാളായല്ലോ, ഇനിയിപ്പോൾ 3 മാസം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ്സൊക്കെ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു എന്താണെങ്കിലും. അങ്ങനെ വാങ്ങിച്ചൊരു സ്ക്രാപ്പ് ബുക്കാണ് ഇത്. പല കളറിലെ പേജസൊക്കെ ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്ക്രാപ്പ് ബുക്കിലൊക്കെ വരച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ടേ. ചാർട്ട് ഒട്ടിക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. ഇവനിപ്പോൾ കുറേ നാളായിട്ട് പസിലും ബ്ലോക്സും അങ്ങനെയൊക്കെ വെച്ച് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഓടിക്കളിയായിരുന്നു എപ്പോഴും, ഒരിടത്തിരിക്കൂലായിരുന്നു. ഇപ്പോൾ കളറിങ്ങൊക്കെ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. പസിൽ കഴിഞ്ഞ ദിവസം മേടിച്ചത് ചെയ്ത് അതിപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു. അങ്ങനെയാണ് ഈ ബ്ലോക്സ് നോക്കുന്നത്. ബ്ലോക്സിൻ്റെ അകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ കുറേ വീലും ബ്ലോക്സിന് ഇങ്ങനെ ട്രെയിൻ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ട്രെയിൻ വലിച്ചൊക്കെ കളിക്കുന്നതാണ് ഇപ്പം ഇൻട്രസ്റ്റൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വലിയ റേറ്റൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ബ്ലോക്സാണ്. അപ്പോൾ തീരെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, വായിലിടും എന്താണെങ്കിലും. അതുകൊണ്ട് അതിന് പറ്റുന്നൊരു സൈസല്ല. ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അവരെന്തായാലും വായിലൊന്നും ഇടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ബ്ലോക്സ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ വാരി വലിച്ച് അവർ ആ ബോക്സിനകത്ത് വെറുതെ ഇട്ട് പാക്ക് ചെയ്ത് തന്നതാണ്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചത്. പക്ഷേ എനിക്ക് എന്തോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെങ്ങനെ ഇത് സ്റ്റോർ ചെയ്യുന്നത്? ഒരു സിപ്പ് ലോക്ക് കവറോ അങ്ങനെ എന്തെങ്കിലും കൂടി പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്ന വേറൊരു ബ്ലോക്സിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇട്ടാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ മീഷോന്ന് മേടിച്ചൊരു ചെരുപ്പ്. സാധാ നമ്മൾ റെഗുലർ യൂസിന് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ചെരുപ്പാണ് അവന് വാങ്ങിച്ചത്. അതിപ്പോൾ സ്പൈഡർമാൻ്റെ പ്രിൻ്റ് വേണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അവൻ മീഷോയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. 200 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ആ വിലയ്ക്ക് ഇതെന്തായാലും അടിപൊളിയാണ്. നല്ല സ്റ്റേഡി ആയിട്ട് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട്. കളറും ഒക്കെ നല്ല ക്യാച്ചിങ് ആയിട്ട് നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. കുട്ടികൾക്ക് അങ്ങനത്തെയൊക്കെ ഇടുന്നതല്ലേ ഇഷ്ടം. എനിക്കും അങ്ങനെയൊക്കെ ഇട്ട് വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് മേടിച്ചൊരു ചെരുപ്പാണിത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇത് അധികകാലമൊന്നും നിൽക്കില്ലായിരിക്കും, ഇത്രയല്ലേ വിലയുള്ളൂ. പിന്നെ ഇവരല്ലേ യൂസ് ചെയ്യുന്നത്. എന്തായാലും പോകുന്നത്രയും പോട്ടെ, നോക്കാം നമുക്ക്. ഈ ഇട്ടിരിക്കുന്ന പാൻസ് കണ്ടോ, ഇത് ഒരു പ്രാവശ്യം നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പഴയ ബനിയനും ഈ പുതിയ പാൻറ്റും കൂടി എപ്പോഴും ഇടുന്നത് എങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നല്ല ടീഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5 എണ്ണത്തിൻ്റെ സെറ്റ് ആമസോണിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണിത്. നല്ല അടിപൊളി കളേഴ്സ്, അത് പ്രിൻസും നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനിട്ട് കഴിഞ്ഞപ്പോൾ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആഫ്റ്റർ വാഷ് എന്താകും എന്നറിയില്ല. എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല എന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട് ടീഷർട്ടും ഇതുമെല്ലാം. രണ്ടും കൂടി നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ പ്ലീസ്. താങ്ക് യു.